മത്സ്യകന്യകയുടെ ഈ സ്റ്റാച്ചു ഇവിടെ കൊണ്ട് വെച്ചെന്തിനായിരിക്കും? അയ്യോ, കുറേ ദിവസം കൊണ്ട് റോഡ് പണി കാരണം കസ്റ്റമേഴ്സൊക്കെ കുറവായിരുന്നു. അപ്പം ഞങ്ങളൊരു ദിവസം പ്ലാൻ ചെയ്തിട്ട് വെളിയിൽ പോകാമെന്ന് വിചാരിച്ചു. അന്നത്തെ ദിവസമായപ്പോഴോ രാവിലെ മുതൽ മഴയും പിന്നെ കസ്റ്റമേഴ്സ്, പിന്നെ ക്ലാസ് എടുക്കലായി, പെഡിക്യൂർ ചെയ്യലായി, കാര്യങ്ങളായി. അങ്ങനെ ഞങ്ങൾ ബിസിയായി. അപ്പോൾ രാവിലെ വിചാരിച്ച പ്ലാനൊന്നും നടന്നില്ല. എന്നാലും പെഡിക്യൂർ നടന്നിട്ടുണ്ട്. ഈ മനോഹരമായ കാലുകളിലാണ് ഞങ്ങൾ ആ പെഡിക്യൂർ ചെയ്തത്. ഓക്കെ, അതങ്ങനെ കഴിഞ്ഞു. പിന്നെ കസ്റ്റമറിന് സ്പാ ചെയ്യാനുണ്ടായിരുന്നു. അതും നന്നായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റി. അങ്ങനെ കുറേ നേരമൊക്കെ ബിസിയായിട്ട് ഞങ്ങൾ പാർലറിൽ തന്നെ ചിലവഴിച്ചു. അതങ്ങനെ ഒന്നും പോയി. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും നടക്കാതായപ്പം ഞങ്ങൾ വിചാരിച്ചു ശംഖുമുഖത്ത് പോകാം. ഈ രണ്ടെണ്ണത്തിനെയും പുറത്തേക്ക് കയറ്റി നേരത്തെ കളിക്കാം. ആദ്യം ആരാ? ആ പ്ലാൻ കഴിഞ്ഞപ്പോൾ പിന്നെ ഇരിക്കാൻ സ്ഥലമില്ലാതായി. അവസാനം അത് അന്വേഷിച്ചു, ഇരിക്കാൻ ചെറിയ സ്ഥലം കണ്ടുപിടിച്ചു. ചില ദിവസങ്ങളെ ഇങ്ങനെയായിരിക്കും, ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ച് വിഷമിച്ച് ഒക്കെ ഇരിക്കുമ്പോഴത്തേനും ഇങ്ങനെ കുറച്ച് ആൾക്കാരും ഇങ്ങനത്തെ ചില സ്ഥലങ്ങളും മതിയോ നമ്മുടെ മൂഡ് മൊത്തം ചേഞ്ചാണ്. അത് കഴിഞ്ഞിട്ട് നടന്നതൊക്കെ ഇതൊക്കെയാണ്. നിനക്ക് എന്താണ് അറിയാനുള്ള? എന്താ ഒന്ന് നടക്കുന്നു? तेरे ऊपर चाहिए. സുനു മത്സ്യകന്യകയുടെ ഈ സ്റ്റാച്ചു ഇവിടെ കൊണ്ട് വെച്ചെന്തിനായിരിക്കും? അങ്ങനെ ചിരിച്ച് വയറ് വേദനിച്ചിട്ട് വീഡിയോ ഇവിടെ അവസാനിച്ചു. ടാറ്റാ ബൈ ബൈ. ഓക്കെ.